അപരാധമെല്ലാം ക്ഷമിച്ചൊരു നല്ല നാഥൻ അനുതാപമോടെ ഉരുകിയ ഹൃദയം. അപരാധമെല്ലാം ക്ഷമിച്ചൊരു നല്ല നാഥൻ നെഞ്ചോടു ചേർത്തന്നെ തഴുകിത്തലോടിയെന്നും. നെഞ്ചോടു ചേർത്തന്നെ തഴുകിത്തലോടിയെന്നും. ഒരിക്കലും പിരിയാത്ത സന്തോഷമേകുന്നു. ഓമനയായൊരു കുഞ്ഞോമൻ പൈതലെ മാറോടണയ്ക്കുമൊരു വാത്സല്യമേ. അമ്മ മറന്നാലും എല്ലാം തകർന്നാലും കൈനീട്ടിയെത്തും സ്നേഹകാരുണ്യം. ദി ഷെപ്പേഴ്സ് ആർക്കിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 8-ാം അധ്യായം 18-ാം വാക്യം. ഇത് ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ 66-ാമത് തവണ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നാം കാണുന്നത് യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിലാണ്. 8:12 ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനെ ഒക്കെയും കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്, അവർ ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത്. ഇവിടെ ഉസിയ രാജാവിന്റെ കൊച്ചുമകനായ ആഹാസിന്റെ കാലത്ത് ഇസ്രായേൽ രാജാവും അശൂർ രാജാവും കൂടി തനിക്കെതിരായി കടന്നു വരുമ്പോൾ ദാസനായ യെശയ്യാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉറപ്പിക്കുന്ന ഭാഗങ്ങളാണ് നാം കാണുന്നത്. അതുപോലെ യെശയ്യാവിന്റെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ നിറഞ്ഞു വന്നപ്പോൾ താൻ തൻ്റെ പ്രസ്താവന, തൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുന്നതാണ് നാം മുഖവരിയായി വായിച്ചത്. യെശയ്യാവ് 8:18 ഇത് ഞാനും എനിക്ക് യഹോവ തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രയേലിൽ ഒരടയാളവും അത്ഭുതമായിരിക്കും. പ്രിയ ദൈവത്തിലെ നമ്മെ ദൈവം വിളിച്ചത് കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ ഒരത്ഭുതമായിട്ടല്ല നിലനിർത്തുന്നത്. ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങളൊക്കെ കടന്നു വന്നു. അതിൻ്റെ മധ്യേ തകർന്നു പോകാതെ, തളർന്നു പോകാതെ ഇന്നും നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ, കർത്താവിൻ്റെ സ്നേഹമല്ലേ? അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ, അവൻ നമ്മെ ഒരടയാളമാക്കി നിർത്തുന്നുവെങ്കിൽ അവൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5 നമ്മൾ വായിക്കുന്നു, കർത്താവിന് പകരം സ്ഥാനാപതികളാക്കി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ, സാഹചര്യത്തിൽ, രാജ്യത്തെ കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യോശുവ 24:5 യോശുവയുടെ ഒരു സാക്ഷ്യം കേൾക്കുവാൻ സാധിക്കും. യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എബ്രായ ലേഖനത്തിൽ നോഹയെ പറ്റിയുള്ള ഒരു സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും. നോഹയ്ക്കും തൻ്റെ കുടുംബത്തിനും രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ദൈവത്തിലെ ദൈവം നമ്മെ വിളിച്ചെങ്കിൽ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ, നാമും നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറയായി ഈ കർത്താവിനെ സേവിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ ഘോഷിക്കുന്നവരായി തീരുവാൻ, കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് സഭയെപ്പറ്റി തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അതുപോലെ അടുത്ത വാക്യങ്ങൾ കാണുന്നു, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു. ഒരു വിളക്ക് കത്തിച്ച് തണ്ടിന്മേലത്ര വെക്കേണ്ടത്, അത് പറയും കീഴിലല്ല വെക്കേണ്ടത്, എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ ദൈവം നമ്മളെ കത്തിച്ചിരിക്കുന്ന ആത്മീയ വെളിച്ചം ഈ ഇരുൾമയമായ അന്ധകാരം നിറഞ്ഞ ലോകത്തിലെ പ്രകാശം പരത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ ഒരു അത്ഭുതമായി, അവൻ്റെ ഒരു അടയാളമായി, അവൻ്റെ ഒരു വിളക്കായി നമുക്ക് കത്താം, മറ്റുള്ളവരിലേക്ക് പ്രകാശം പരത്താം. ഈ ദൈവത്തിങ്കിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ, അങ്ങയുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്ഭുതമായി, അടയാളമായി ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ജീവിപ്പാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു.
അതിനായി ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. മഹത്വം കർത്താവ് എടുത്തിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ.